ഹലോ, ഇന്ന് വറുത്തരച്ച ചിക്കൻ കറിയുടെ വീഡിയോ ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിൽ ഈ വറുത്തരച്ച ചിക്കൻ കറി ഇടുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ വറുത്തരച്ച് വെക്കുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും ചോറിന്റെ കൂടെ ഒക്കെ നല്ല ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ ഈ ഒരു കറി. ആകെ തേങ്ങ ചിരകി വറുത്തെടുക്കണം എന്നുള്ള ഒരു പാട് മാത്രമേ ഇതിനുള്ളൂ കേട്ടോ. പക്ഷെ ഇത്തിരി കഷ്ടപ്പെട്ടാൽ എന്താ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി കഴിക്കാലോ. അപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അതിനായിട്ട് ഇതാ സവാള എടുത്തിട്ടുണ്ട്. 4 മീഡിയം സൈസ് സവാളയും പച്ചമുളകും തക്കാളി 2 വലിയ തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇതാ കഴുകി വൃത്തിയാക്കി ചിക്കനും ഉണ്ട്. നമ്മളൊരു ചട്ടിയിലാണ് ചെയ്യണമെങ്കിൽ ഇതാ ചട്ടിയിലേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യുക. തക്കാളി, ചിക്കൻ, അതുപോലെ സവാള, പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. ഇതാദ്യം വെന്ത് കിട്ടണം കേട്ടോ. ഞാൻ പക്ഷേ ഉണ്ടല്ലോ ഇത് ഈ ചട്ടിയിലിട്ടെങ്കിലും കുക്കറിലോട്ട് മാറ്റിയിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുത്തു കേട്ടോ. സമയമില്ലാഞ്ഞോണ്ടാണ്. അപ്പൊ കുക്കറിലാണ് വെക്കുന്നെങ്കിൽ നമുക്ക് വെള്ളം ഒട്ടും ഒഴിക്കേണ്ട കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത് ഒരു 2 വിസിൽ വരുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം ഉണ്ടാവും. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നു, നമ്മൾ എടുത്തു വെച്ച 4 സവാളയിലെ പകുതി സവാള മാത്രം കേട്ടോ ഈ വേവിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടത്. ബാക്കി നമുക്ക് ലാസ്റ്റ് താളിച്ചിടണം. ഇനി ഇതിലേക്ക് വേണ്ട വറവിന് വേണ്ടിയിട്ട് ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 1 ടീസ്പൂൺ നിറയെ പെരുംജീരകം, കുരുമുളക്, പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ആദ്യമേ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കേണ്ട, അല്ലാതെ തന്നെ ചട്ടിയിൽ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് ഒരു പകുതി മുരിവാവണ വരെ ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ഒരിക്കലും തേങ്ങ വറുത്തെടുക്കരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആ ഒരു എക്സാക്ട് ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇതാ പകുതി മുരിഞ്ഞു വന്നപ്പോഴത്തേക്കും ഞാൻ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എണ്ണയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ മൊരിയിക്കാം. നല്ല ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് മുളക് ചേർത്തിട്ടില്ല, വറ്റൽമുളക് ഞാൻ ചേർത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂണോളം നമ്മുടെ എരിവെള്ള മുളക് പൊടിയും, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മുളക് പൊടി എരിവനുസരിച്ച് എടുക്കുക കേട്ടോ. അളവ് ഞാൻ പറയുന്നത് തന്നെ എടുക്കണമെന്നില്ല. നിങ്ങളുടെ അടുത്തിരിക്കുന്ന മുളക് പൊടിയുടെ എരിവനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി 1 മിനിറ്റും കൂടി നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടി കരിഞ്ഞു പോകരുത് കേട്ടോ. പിന്നെ പൊടിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതേപോലെ അരച്ചെടുത്ത് വെക്കുക കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കനോടെ വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാൻ കുക്കറിലോട്ട് മാറ്റിക്കൊണ്ട് ഒരു 2 വിസിലായപ്പോൾ തന്നെ ചിക്കൻ വെന്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും വെള്ളം എനിക്ക് ഇതിലേക്ക് കിട്ടി. കുക്കറിലാണെങ്കിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് സമയം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ കുക്കറിലോട്ട് മാറ്റിയതുകൊണ്ടാണ് ഇത്രയും വെള്ളം വന്നത്. ഇനി നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അരപ്പ് എല്ലായിടത്തോട്ട് എത്തിയതിനു ശേഷം നല്ലോണം അങ്ങോട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതങ്ങോട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ, അതായത് നമ്മൾ കുക്കറിലിട്ട് ചിക്കൻ വേഗവും ചെയ്തു, വെള്ളം ഒരുപാടുണ്ട് കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കുമ്പോൾ മൂടി വെക്കരുത് കേട്ടോ ഒരിക്കലും. അല്ലാതെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കാം. കണ്ടോ, അതായത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് എത്ര ചാറ് വേണോ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോ നന്നായിട്ട് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഉണ്ടായിരുന്ന സവാള ഉണ്ടല്ലോ, അത് കുറച്ച് വെളിച്ചെണ്ണയിൽ കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ച് ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച കറിയാണ്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. താങ്ക് യു.